പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങൾ 8:13. ദൈവഭക്തി തിന്മയെ വെറുത്തലാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. ആമേൻ. ഈശോയിൽ പ്രിയരെ, ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായി നാം ചെയ്യുന്നതെല്ലാം പാപമാണ്. പാപത്തെ വെറുത്ത് അതിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ദൈവഭക്തിയെന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം വെറുക്കുന്ന അനേകം തിന്മകളിൽ 4 നാം ഇന്ന് കേട്ട വചനത്തിലുണ്ട്. പലപ്പോഴും നിസ്സാര കാര്യങ്ങൾ പോലും വിട്ടുകൊടുക്കുവാനോ അല്പമൊന്ന് താഴ്ന്നു കൊടുക്കുവാനോ പോലും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അത് കാണുമ്പോൾ നമ്മോടും നമ്മുടെ പ്രാർത്ഥനകളോടുമുള്ള മനോഭാവം എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കാം. അഹന്തയും ഗർവും വെടിയുവാനും നമ്മുടെ മനസ്സിന് എളിമ ലഭിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലപ്പോഴും വളരെ ഭംഗിയായി അലങ്കരിച്ച് ലോകം വെച്ച് നീട്ടുന്ന പലതും നമ്മെ ദുഷിച്ച മാർഗത്തിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ പിതാവിന് വേണ്ടി നമുക്ക് തെറ്റിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കാം. നമ്മുടെ നാവുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രവൃത്തി പോലെ തന്നെ ദുഷിച്ച വാക്കുകളും നമ്മുടെ നാവിൽ നിന്ന് വരാതെ ശ്രദ്ധിക്കാം. ദൈവം വെറുക്കുന്നതെല്ലാം ഉപേക്ഷിച്ച് നന്മയിലായിരിക്കുവാൻ വേണ്ട കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ വഴി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.